നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാനായിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് തന്നെ പറയേണ്ടത് 42 തസ്തികകളിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ്. അതിനകത്ത് നമ്മുടെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള തസ്തികകളാണ് ഈ ഒരു 42 തസ്തികയ്ക്കകത്ത് വരാനായിട്ട് പോകുന്നത്. അതിൽ ഈ 42 തസ്തികകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ജനറൽ റിക്രൂട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിനകത്ത് വരാനായിട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളെന്ന് പറയുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചർ ഇൻ പ്രിൻറ്റിംഗ് ടെക്നോളജി, അതുപോലെ തന്നെ ഹോമിയോപ്പതി വകുപ്പിലേക്കുള്ള മെഡിക്കൽ ഓഫീസർ, ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ടെക്നിക്കൽ സെയിൽസ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സിവിലിലേക്കുള്ള ഒരുപാട് തസ്തികകൾ വരുന്നുണ്ട്. വനം വന്യജീവി വകുപ്പിലേക്കുള്ള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ഗ്രാമവികസന വകുപ്പിലേക്കുള്ള ലെക്ചർ ഗ്രേഡ് 1, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ യോഗ്യതകൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മിൽമയിലേക്കുള്ള അക്കൗണ്ടൻറ്റ് ഓഫീസർ, ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗത്തിലേക്കുള്ള ഫീൽഡ് അസിസ്റ്റൻറ്റ്, സർവകലാശാലയിലേക്കുള്ള ഓവർസിയർ ഗ്രേഡ് 2, സംസ്ഥാന സഹകരണ ബാങ്കിലേക്കുള്ള IT ഓഫീസർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗം, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിലേക്കുള്ള ഡെൻ്റൽ എക്യുപ്മെൻ്റൽ മാനേജർ, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്ക് നിലവിലിപ്പോൾ ജനറൽ സംസ്ഥാന തലത്തിലേക്ക് വിജ്ഞാപനങ്ങൾ വരാനായിട്ട് പോകുന്നുണ്ട്. ജനറൽ ജില്ലാതലത്തിലേക്കാണെങ്കിൽ ജില്ലാതലത്തിലേക്ക് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വേക്കൻസീസ് വരുന്നുണ്ട്. ആംഡ് പോലീസ് ബറ്റാലിയനാണ്. വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള ഗണിതം മാത്സ് ടീച്ചർ, അതുപോലെ തന്നെ ഹിന്ദി ടീച്ചർ, മലയാളം ലാംഗ്വേജ് ടീച്ചേഴ്സൊക്കെ ഇതിനകത്ത് വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജനറൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ജില്ലാതലത്തിലേക്കാണെങ്കിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കുള്ള ലബോറട്ടറി അസിസ്റ്റൻറ്റിന് തന്നെ ST വിഭാഗക്കാരുടെയൊക്കെ ഈ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിലും കാണിക്കുന്നുണ്ട്. പിന്നെ NCA സംസ്ഥാന തലം വരുന്നുണ്ട്, NCA ജില്ലാതലം വരുന്നുണ്ട്. ബാക്കിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ പുതിയ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ പുതിയ വിജ്ഞാപനത്തിലെ യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ SSLC ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ കേട്ടോ. SSLC ജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അതുപോലെ തന്നെ സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ ബോർഡിൽ നിന്നുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലേക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ ലഭിച്ച 3 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ യോഗ്യതയ്ക്ക് തത്തുല്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ അംഗീകരിച്ചിട്ടുള്ള മറ്റേതെങ്കിലും യോഗ്യതയും ഇതിന് അത്യാവശ്യമാണ്. പിന്നെ എന്ന് പറയുന്നത് മോട്ടോർ ബൈക്ക്, അതുപോലെ ഹെവി ഗുഡ്സ് വാഹനങ്ങൾ, ഹെവി പാസഞ്ചർ എന്നിവയുടെ ലൈസൻസ് എന്ത് ചെയ്യണം, ഇതിനകത്ത് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ 8 വർഷത്തിന് ശേഷമാണ് ഈ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ എക്സാം വരുന്നത്. ഒഴിവുകൾ വളരെ കുറവാണ്. 30 വേക്കൻസീസ് മാത്രമേ ഈ ഒരു അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുന്നേ പുതിയ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ വരാനായിട്ട് തീരുമാനമായിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പേർക്ക് അവസരം നഷ്ടമാകുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം PSC ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റ് ജനുവരിയിൽ വരുമെന്നാണ് എന്നാണ് കേരള PSC നമുക്കിതുവരെ അറിയിപ്പ് തന്നിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ കൂടുതൽ ശുപാർശ കണ്ണൂർ ജില്ലയിലാണെന്ന് പറയുന്നുണ്ട്. കാര്യം അതിൻ്റെ 13 ജില്ലയിലേക്കുള്ള നിയമന ശുപാർശകൾ തയ്യാറായിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജില്ലയിലേക്കുള്ള നിയമന ശുപാർശ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെ ജില്ലയിൽ എത്രയൊക്കെ വേക്കൻസീസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് നോക്കാം. എറണാകുളം ജില്ലയിൽ 133 അതുപോലെ തന്നെ വയനാട്ടിൽ ഏറ്റവും കുറവ് വയനാടാണ്, 38 മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ കണ്ണൂർ 119, കോഴിക്കോട് 118, പാലക്കാട് 115, കൊല്ലം 110, മലപ്പുറം 107, കോട്ടയം 97, അതുപോലെ തന്നെ തൃശ്ശൂർ 90, ആലപ്പുഴ 83, ഇടുക്കി 78, പത്തനംതിട്ട 70, കാസർഗോഡ് 48. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ശുപാർശകൾ നിലവിൽ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയിലെ 1ാം ഘട്ടത്തിലൊരു ചോദ്യം ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയ ചോദ്യം എന്ന് പറയുന്നത് മാത്സിൽ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെ ശരാശരി മാർക്ക് 62, പെൺകുട്ടികളുടെ മാർക്ക് 52 എന്ന് പറയുന്ന ആ ഒരു ചോദ്യമാണ് നിലവിലിപ്പോൾ ഫസ്റ്റ് ഫേസിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ കഴിഞ്ഞ എക്സാംസൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. 3 ഫേസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നിയ ഫേസ് ഏതാണെന്നും ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ഫേസ് ഏതാണെന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത്. ഓക്കെ. പിന്നെ നമുക്ക് പറയേണ്ടത് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൽ 332 പേർ കൂടി നിയമനമായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആകെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 3607. റാങ്ക് ലിസ്റ്റ് ഡിസംബർ 30 അവസാനിക്കുമെന്ന് പറയുന്നുണ്ട്. അതിന് മുന്നേ തന്നെ 332 പേരെ കൂടി ആഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് പുതിയൊരു സോഫ്റ്റ്വെയർ വരുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളിലാണ് ഈ ഒരു പിൻവാതിൽ നിയമനം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
അപ്പോൾ പുതിയൊരു സംവിധാനം വരുന്നതിലൂടെ ഈ ഒരു പിൻവാതിൽ നിയമനവും കറക്റ്റായിട്ടുള്ള വേക്കൻസീസും കാര്യങ്ങളൊക്കെ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നിങ്ങളെപ്പോലെ ഞാനും പ്രത്യാശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം LDയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റിൽ 211 പേര് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ PSC ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും അറിഞ്ഞാണ് നമ്മുടെ ഷാഫി പറമ്പിൽ സാറ് നമ്മുടെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യങ്ങളും അതിൽ കിട്ടിയ മറുപടികളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സഭ TV വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് നമ്മുടെ ചാനലിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ജസ്റ്റ് ഒന്ന് കാണുക. നമ്മുടെ 10th മെയിൻസിൻ്റെ ക്ലാസ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. സൗണ്ടിന് നല്ല ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് 2 ദിവസത്തിനകത്ത് നാളെയോ മറ്റന്നാളോ തന്നെ നമ്മുടെ 10th ലെവൽ മെയിൻസിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളും അപ്ഡേറ്റുകളും എല്ലാം അതിനകത്തായിരിക്കും അവൈലബിൾ ആവുക. അതുപോലെ എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. കുറച്ച് പേരുടെ മെസ്സേജ് കാണാനായിട്ടുണ്ട്, വേറെ കൊണ്ടല്ല, ഈ ഒരു ഇഷ്യൂ കാരണമാണ്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിന് മുന്നേ ചാനൽ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ഉള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.